ചായ കുടിക്കുന്നു. ചായ കുടിയൊക്കെ തുടങ്ങിയ ഒരാഴ്ചയും കൂടെ ഉള്ളൂ ഈ നേരത്തെ ചായ കുടി. മുമ്പായി നിങ്ങൾ നനച്ചുകൂടി പണിയൊക്കെ തുടങ്ങിയ 4 മണിക്ക് ചായ കുടി കുടിയില്ലല്ലോ. നനച്ചുകൂടി പണിയൊക്കെ തുടങ്ങിയ നനച്ചുകൂടി പണി തുടങ്ങുക പറഞ്ഞാൽ ഇപ്പോൾ പളുന്നരച്ചേരൊക്കെ പെയിൻ്റ് അടിച്ച് വീടൊക്കെ വൃത്തിയുണ്ട്. എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്യണം. നനച്ചുകൂടി പണി 18-ാം തീയതി ആണ് പറയുന്നത്. ഫെബ്രുവരി 18-ന് ഗൾഫിൽ വന്നാണ് നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഗൾഫിലായതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ അവിടെ വരിക. അപ്പോൾ അതേ ദിവസം ഉണ്ടല്ലോ 18-ാം തീയതി. പിന്നെ നമുക്ക് ഈ നേരം ചായ കുടിക്കില്ലല്ലോ. മഗ്‌രിബ് വാങ്ങി കൊടുക്കട്ടെ കൊണ്ട് കാത്തിരിക്കില്ല. ഇപ്പോൾ നോമ്പ് എടുക്കണമെന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 30 എടുത്തില്ല. ഭയങ്കര ചൂടായിരുന്നു. ഫെബ്രുവരി മാർച്ചിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂട്, സഹിക്കാൻ വയ്യാതെ ചൂടായപ്പോൾ കുറേ നോമ്പുകളൊക്കെ ഒഴിവായി. ഇപ്പോൾ അങ്ങനത്തെ ചൂട് കമ്മിയാണ് ഇപ്പോൾ. അതുകൊണ്ട് എടുക്കണമെന്നുണ്ട് 30. അല്ലാ ആഫിയത്തും ആരോഗ്യം തരട്ടെ. നിങ്ങളൊക്കെ നോമ്പെടുക്കുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, സബ് ചെയ്യും, ഷെയർ ചെയ്യും. ഇതാത്ത വരുമ്പോഴേക്ക് പോയി 30 മാസം. ആദ്യത്തെ 10 കുട്ടികളുടെ, ഇടയിലെ 10 ഞങ്ങളെപ്പോലുള്ളവൻ്റെ, ലാസ്റ്റത്തെ 10 വയസ്സായവൻ്റെ, അങ്ങനെ 10 എണ്ണി പോകുമ്പോൾ വേഗം പോകും. ഇതാ വരുമ്പോഴേക്ക് വരുന്നോളാവും. എണ്ണുമല്ലേ, ഇന്നൊന്ന് നാളേക്ക് 2, മറ്റന്നാൾ 3 കൊണ്ട് നമുക്കൊക്കെ വേഗം പോകും. അത്ര വെയിലുണ്ടാവില്ല വിചാരിക്കണം. പിന്നെ ഇന്നത്തെ ചായ കൂടെയൊക്കെ നിർത്തും. 4 മണിയാകുമ്പോൾ ഒരു ചായ, 11 മണിയാകുമ്പോൾ ഒരു ചായ നിർബന്ധമാണ്. അതൊക്കെ ഒഴിവാക്കുക. നമ്മൾ ഇസ്ലാമായി ജനിച്ച് ഇസ്ലാമായി തന്നെ ജീവിച്ച് ഇസ്ലാമായി തന്നെ മരിക്കണ്ടേ. ഇവിടെ ഫോണിലൊരു സാബിറ പറഞ്ഞ താത്ത കാണിച്ചു കൂട്ടണ കോലം പ്രായത്തിനും വരുതിക്ക് അനുസരിച്ചിട്ടല്ലല്ലോ കാണിക്കുന്നത്. ഒരാത് പറയുമ്പോൾ അത് പറയണുണ്ട്. നോമ്പ് സമയത്ത് ഖുർആനിൽ എടുക്കണം, മൊബൈലിൽ എടുക്കണം ചോദിക്കുന്നുണ്ടല്ലേ. അവരവൻ്റെ ഖബറിലേക്ക് വേണ്ടത് അവരവർ തേടും. പറഞ്ഞ ബുദ്ധി ഉടന്നോളം, പറഞ്ഞ ബുദ്ധി പടിവരയ്ക്കും. അവരുടെ മനസ്സിൽ ഓർക്കണം, നമുക്ക് ഇത്രയായി, പ്രായമൊക്കെ ആയി, ഞങ്ങളൊന്നും കാണിക്കാൻ പാടില്ല. പിന്നൊരു താത്തയും കൂടെ ഇതുപോലെ കാണിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് തുടങ്ങിയതാണ്. ഉമ്മാൻ്റെ ചാനലിൽ വേണ്ട, അതാ പേര്. അതെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണം. കുട്ടു ഡാൻസ് കളിക്കുന്നത്, കണ്ടന്റിനും ഇതിന് വേണ്ടിയൊക്കെ ചെയ്യും തന്നെ. പൈസ ഉണ്ടാക്കണ്ടേ. അതിൻ്റെ കഠിന അധ്വാനമാണ്. ഇതിപ്പോൾ ചുരിദാറും ജീൻസ് പാൻറ് കിട്ടുന്ന സാബിറക്കാക്ക. സാബിറയാണെന്ന് പറഞ്ഞാൽ പറച്ചല്ലേ ഒരു അഹങ്കാരം പോലെ. ഒരാൾ ഉപദേശിച്ചത് നടക്കില്ല. ഉസ്താദന്മാർ പറഞ്ഞിട്ട് കേൾക്കുന്നു, പിന്നെയല്ലേ അമ്മ പറഞ്ഞ കേൾക്കുന്നു. എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്നത്. വീട്ടിൽ ആരും ഇല്ലേ പറയാൻ. നമ്മൾ എന്തെങ്കിലും ചെയ്യണ റിപ്പോർട്ട് കൂടുതലായി എൻ്റെ മകൻ ചീത്ത പറയും. ഒരു 5 മിനിറ്റ് കൂടുതലിട്ട് അതിനെ മതി നിർത്തി പറയും. ഇത്ര മതി പറയും. തൻ്റെ മക്കൾ തന്നെപ്പോഴും വളർന്ന് താൻ ഒതുങ്ങണമെന്നാണ്. അത് താത്ത എന്തൊക്കെയാ കാണിച്ചു കൊടുത്തു. റബ്ബേ, ചായ കുടി കഴിഞ്ഞു. ഇനി ഇത്തിരി പണിയുണ്ട്. ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊന്ന് മേല് കഴുകി കൊടുക്കണം. ഉച്ചയ്ക്ക് ചോറുണ്ടിട്ടില്ല. അങ്ങനെ ഇരുന്നിരുന്ന് അങ്ങനെ ഉറങ്ങി.
എന്താണ് പണിക്ക് പോണ ആൾക്കാരാണ്, എന്നാലും എനിക്ക് ഈ ഉച്ചയ്ക്ക് ഇത്തിരി ഉറങ്ങണം. ഉറങ്ങാണ്ടതാ പറ്റണില്ല. പണിക്ക് പോയി അങ്ങനെ ഉറങ്ങാൻ പറ്റും? കുട്ടികൾക്കൊക്കെ ഒന്ന് മേല് കഴുകി കൊടുത്ത് അവർക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്ത് അവന് 5 മിനിറ്റ് അടുത്ത് നടക്കണം. ഇതെങ്കിൽ എന്നെ കരയും. അത്രയ്ക്കേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.